ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് നല്ല ബുഷിയായിട്ട് ചെടി വളരാനും അതോടൊപ്പം തന്നെ നിറയെ തൈകൾ വരാനും ഒക്കെ ആയിട്ട് ഞാൻ ഒരു അടിപൊളി വളം കൊടുക്കുന്നുണ്ട്. ഈ മഴ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു വളം, ഒരു പൈസയും ചിലവില്ലാതെ മിക്ക വീടുകളിലും കിട്ടുന്ന ഒരു വളമാണ്. ആ വളം ഇട്ടതിൻ്റെ റിസൾട്ടാണിത്. ചെടികളെല്ലാം നല്ല ഹെൽത്തി ആയിട്ട് നല്ല ബുഷിയായിട്ട് വളർന്നു നിൽക്കുന്നത്. ഈ പ്ലാന്റിൻ്റെ ഇതൊരു ആന്തോറിയം വെറൈറ്റിയാണ്. ഇത് നല്ല ഭംഗിയിൽ ഇതൊക്കെ നല്ല തഴച്ച് നന്നായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു പ്ലാന്റ്, ഇതൊരു ഫാണ്. ഇത് ഇടയ്ക്ക് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പ്ലാന്റായിട്ട് ഒരു പുഷ്ടിയില്ലാതെ വന്നൊരു പ്ലാന്റാണ്. അതിന് ഞാൻ ഈ വളം കൊടുത്തതിന് ശേഷം മാറ്റം നന്നായിട്ട് തഴച്ച് വളർന്ന് നല്ല ഹൈറ്റിൽ പോയിട്ടുണ്ടത്. ഇത് നല്ല ഭംഗിയില്ലേ, ഒരു കലാത്തിയ പ്ലാന്റാണ്. ഇതും നല്ല ബുഷിയായിട്ട് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഇതിനൊക്കെ എന്തൊക്കെയാണ് വളം കൊടുക്കണതെന്ന് ആ വളം നമുക്കൊന്ന് കാണാമേ. അപ്പോൾ കൂട്ടുകാർ വീഡിയോ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ചെടികളും പൂക്കളും ഒക്കെ ഇഷ്ടമുള്ളവർക്കൊന്ന് ഷെയർ കൂടെ ഒന്ന് ചെയ്ത് കൊടുക്കണേ. നമുക്ക് മഴ കാരണം വീഡിയോ എടുക്കാൻ ഒരു നിവൃത്തിയില്ല. അതുകൊണ്ട് നേരെ നല്ല സന്ധ്യയായി. ഭയങ്കര മഴയാണ്, എല്ലായിടത്തും മഴയായിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്താണ് ആ വളം എന്നൊന്ന് കാണിച്ചു തരാം. ഇതാണ് ആ വളം. ഇതാണ് മനസ്സിലായ കോഴിക്കാഷ്ടമാണ്. ഇത് നമ്മൾ ശേഖരിച്ച് വെച്ചിരുന്നു. വെയിലത്തിട്ടിട്ട് ഉണക്കി ഇട്ട് നമുക്ക് പ്ലാന്റ്സിന് ഇട്ട് കൊടുക്കാം. ചിലവർ ഇത് ചൂടാണ്, ഭയങ്കര ചൂടാണെന്ന് പറഞ്ഞുകൊണ്ട് അത് മാറ്റി അങ്ങനെ ഇടുന്നതൊക്കെ കുഴപ്പമില്ല കേട്ടോ. ഒരു ബക്കറ്റിലോ എന്തെങ്കിലും ശേഖരിച്ച് വെച്ച് അതിൻ്റെ പുറത്ത് കുറച്ച് മണ്ണും ഇട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് വെള്ളമൊക്കെ തളിച്ച് ഇടയ്ക്ക് എടുക്കുന്നത് നല്ലതാണ്. ഞാൻ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ഇങ്ങനെ എടുത്തിട്ട് കുറച്ച് ചിലപ്പോൾ ഒന്ന് വെയിലത്തിട്ടൊന്ന് ഇതാക്കും. പഴകിയത് തന്നെയാണ്, അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതെടുത്തിട്ട് നമുക്ക് പ്ലാന്റ്സിൻ്റെ ചുവട് മാറ്റി ചെടിയുടെ മൂട്ടിൽ ഇട്ട് കൊടുക്കാൻ പാടില്ല. ഇതുപോലെ ചെടിയുടെ മൂട്ടിൽ നിന്ന് അകറ്റി ഈ ചട്ടിയോട് അടുപ്പിച്ചാണ് നമുക്കിടാവ്. ചെടിയുടെ ഭാഗത്തൊന്നും തട്ടാതെ ഇത്തിരി ഒന്ന് മണ്ണ് മാറ്റിയിട്ട് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുത്ത് മണ്ണും ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് നല്ല ഇതായിട്ട് ബുഷിയായിട്ട് നന്നായിട്ട് വളരുകയും ചെയ്യും. നല്ല ഭംഗിയായിട്ട് നല്ല ലീഫൊക്കെ നല്ല ഗ്രീനായിട്ട് നല്ലതായിട്ട് തഴച്ച് വളരുകയും ചെയ്യും. അപ്പോൾ നമ്മൾ മഴക്കാലം ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും കൊടുക്കണ്ട. അപ്പോൾ ഈ മഴയുള്ള സമയത്ത് ഇത് കൊടുക്കാൻ നല്ലതാണ്. അഥവാ നമ്മൾ വേനൽ മഴ ഇല്ലാത്ത സമയത്താണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 2 നേരം വെള്ളം ഒഴിച്ച് കൊടുത്താൽ മാത്രം മതി. വേറെ ഒരു കുഴപ്പമില്ല. നമുക്ക് ഇതുപോലത്തെ എല്ലാ പ്ലാന്റിന്, ലീഫി പ്ലാന്റിന് മാത്രമല്ല, നമുക്ക് നല്ല ഫ്ലവറിൻ്റെ ചെടിയൊക്കെ നമുക്ക് ഇട്ട് കൊടുത്താൽ നിറയെ ഫ്ലവർ തരുകയും നമുക്ക് എല്ലാത്തിനും നല്ല അതിനൊക്കെ ഇടുന്ന വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് പറ്റിയില്ല. മഴ ആയതുകൊണ്ടാണ് കുറേ ചെടികൾ വേറെ വെറൈറ്റി ആയിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കണതൊക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഒന്നും കാണിക്കാൻ പറ്റിയിട്ടില്ല. അതൊക്കെ ഇനി നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാമേ. ഇതുപോലെ ചുവട്ടിൽ അല്പം ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഇട്ടിട്ട് മണ്ണിട്ട് കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് മഴയുള്ള ഭാഗത്ത് തന്നെ, ഇതെല്ലാം നല്ല മഴ കൊള്ളുന്ന ഭാഗത്താണ് ഈ പ്ലാന്റൊക്കെ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് നല്ലതായിട്ട് ഇതിൻ്റെ ചുവട്ടിൽ കണ്ട എത്ര തൈയാണ് പൊട്ടി വരണമെന്നുണ്ട്. അപ്പോൾ എല്ലാ വളവും രാസവളം ചെയ്യില്ലെന്നല്ല, എല്ലാം ഞാൻ ചെയ്യും. DAP എല്ലാം ഇട്ട് കൊടുക്കും, മാറി. ഇതിപ്പോൾ ഈ കോഴിവളം 1 മാസം കൂടുമ്പോൾ നമ്മളിതുപോലെ ചുവട് മാറ്റി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് ഫ്രഷ് മണ്ണുകൂടെ ഒന്ന് അതിൻ്റെ പുറത്തുകൂടെ ഇട്ട് കൊടുത്താൽ അതും നല്ലതാണ്. കുറച്ചുകൂടെ നല്ല ഇതായിട്ട് പ്ലാന്റ് നല്ല ഹെൽത്തി ആയിട്ട് നന്നായിട്ട് വരും. ഇതുപോലെ നല്ലതായിട്ട് വരും. ചിലർക്കൊക്കെ പേടിയാണ് ഇങ്ങനത്തെ വളമൊക്കെ കൊടുക്കാൻ. ഒരു പേടിയും വേണ്ട. ഇങ്ങനെ മഴയുള്ള സമയത്ത് കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ലല്ലോ. അങ്ങനെ കൊടുത്താൽ മാത്രം മതി. അപ്പോൾ വീഡിയോ കണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.